തീരുമാനിച്ചു. എന്നിട്ട് മൂത്ത മകൻ ബാപ്പാന്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാപ്പ ഒരു കല്യാണം കഴിക്കണമെന്ന്. പാപ്പ ആട്ടിവിട്ടു, അവനെ ഓടാവിടുന്ന് ആട്ടിവിട്ടു. കഴിഞ്ഞ 3 കൊല്ലമായി പലരെയും പറഞ്ഞു വെച്ചിട്ട് ഈ ബാപ്പാനെ കല്യാണം കഴിപ്പിക്കാനുള്ള ശ്രമം മക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ഒന്നിനും തയ്യാറാവാത്തപ്പോഴാണ് ആരോ പറഞ്ഞു കൊടുത്തത്, ഒരു കൗൺസിലിങ്ങിന് വേണ്ടി. അങ്ങനെയാണ് 66 വയസ്സുള്ള വാപ്പാനെ കൊണ്ട് മക്കൾ എന്റെ അടുത്ത് വരുന്നത്. എന്റെ അടുത്ത് വരിക. ഞാൻ ആ വാപ്പാനെ വിളിച്ചു. എന്നേക്കാൾ പ്രായവും പക്വതയും ജീവിത പരിചയവുമുള്ള ഒരു വാപ്പ, 66 വയസ്സുണ്ട്. അയാൾ എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഞാൻ അയാളോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. വന്ന് കയറുമ്പോൾ തന്നെ നിങ്ങൾ പെണ്ണിട്ടെന്ന് അറിയാൻ പറ്റൂലല്ലോ. അപ്പൊ കുറെ കാര്യങ്ങൾ ഇയാളോട് ഇങ്ങനെ സംസാരിച്ചു. അയാൾ ഇങ്ങനെ വളരെ കൂളായി സംസാരിച്ച് ഞാൻ എന്റെ സംസാരം ഒന്ന് നിർത്തി 2ാമത്തെ പാരഗ്രാഫ് തുടങ്ങാൻ പോവാണ്. അപ്പൊ ആ മനുഷ്യൻ കൈ ഇങ്ങനെ കൂപ്പിയിട്ട് എന്നോട് പറഞ്ഞു, മതി, ഇനി നിങ്ങൾ എന്നോട് പറയാൻ പോണത് എന്താന്ന് എനിക്കറിയാം. എന്നെക്കാളും പരിചയമുള്ള മനുഷ്യനല്ലേ. ഞാൻ ചോദിച്ചു, എന്താണ്? ഇന്നൊരു കല്യാണം കഴിക്കണം, ഞാൻ കല്യാണം കഴിക്കണം. അതിനല്ലേ ഇപ്പൊ നിങ്ങളടുത്ത് കൊണ്ടുവന്ന് ഓരിനെ പിടിച്ച് വണ്ടി കയറ്റുമ്പോഴേ എനിക്കറിയാം ഇത് കൊണ്ടുപോണത് ഈ സംസാരിക്കാണ്. എന്നിട്ട് ആ മനുഷ്യൻ എന്റെ കണ്ണുക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്നോട് പറയാണ്, സാറേ, എന്റെ ഭാര്യ 16 വയസ്സുള്ളപ്പോ എന്റെ കയ്യും പിടിച്ച് എന്റെ ജീവിതത്തിലേക്ക് വന്നതാണ്. എന്റെ ഭാര്യ അത് 16 വയസ്സാ, എനിക്ക് 21 വയസ്സാ. ആ 16 വയസ്സുള്ള 8 പൊട്ടും തിരിയാത്ത എന്റെ പെണ്ണിന്റെ കയ്യും പിടിച്ച് ജീവിതത്തിലേക്ക് കയറിയതാ ഞാൻ. അന്ന് മുതൽ അവൾ എന്നെ സ്നേഹിച്ചു. ആരും സ്നേഹിക്കാത്ത സ്നേഹം എനിക്ക് തന്നു. എന്റെ ഒരാഗ്രഹത്തിനും അവളെ എതിരുന്നിട്ടില്ല. അവളുടെ ആഗ്രഹത്തിന് ഞാനും. എന്റെ സ്വപ്നങ്ങൾക്ക് അവള് എതിരുന്നിട്ടില്ല. അവളുടെ സ്വപ്നങ്ങൾക്ക് ഞാൻ. അയാളിങ്ങനെ പറയാണ്, അയാളെ കണ്ണ് നനയുന്നു. എന്നിട്ട് അയാൾ പറയാണ്, സാറേ, കല്യാണം കഴിക്കാനും ജീവിക്കാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടന്ന കട്ടിലിൽ വേറൊരു പെണ്ണിനെ ഞാൻ കിടത്തൂല ഞാന്. എന്റെ പെണ്ണ് കിടന്ന കട്ടില, അവളുടെ ഓർമ്മയുണ്ട്, അവളുടെ തലയിണയുണ്ട്.